റിക്കി പോണ്ടിങ്ങിനെ തള്ളി BCCI സെക്രട്ടറി ജയ് ഷാ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകണം എന്നാവശ്യപ്പെട്ട് ഒരു ഓസ്ട്രേലിയൻ താരത്തെയും സമീപിച്ചിട്ടില്ല എന്ന് ജയ് ഷാ. BCCI തന്നെ സമീപിച്ചെന്നായിരുന്നു ഓസ്ട്രേലിയൻ നായകനായ പോണ്ടിങ് പറഞ്ഞത്. അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി? വേണു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പരിശീലകനെ തേടിക്കൊണ്ടിരിക്കുകയാണ് BCCI. രാഹുൽ ദ്രാവിഡ് ഈ കരാർ അവസാനിച്ചതിന് ശേഷം ഒഴിയുമെന്ന് അറിയിച്ചിരുന്നു. 27-ാം തീയതി വരെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഇതിനകത്ത് തന്നെ പ്രമുഖരായ പല ആളുകളെയും നേരിൽ കണ്ട് അപ്ലൈ ചെയ്യാനുമൊക്കെ തന്നെ BCCI ആവശ്യപ്പെട്ടതായി വിവരമുണ്ടായിരുന്നു. രാഹുൽ ദ്രാവിഡ്, VVS ലക്ഷ്മൺ, അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പരിശീലകനായ ന്യൂസിലാൻഡ് മുൻ താരമായ സ്റ്റീഫൻ ഫ്ലെമിംഗ് തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ സമീപിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് റിക്കി പോണ്ടിങ്, ഓസ്ട്രേലിയയുടെ ഇതിഹാസ നായകൻ, ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കോച്ചായിട്ടുള്ള റിക്കി പോണ്ടിങ് പറയുന്നത് തന്നെയും BCCI സമീപിച്ചിരുന്നു, കോച്ചാൻ ആവശ്യപ്പെട്ടു. പക്ഷേ താൻ ആ ആവശ്യം നിരാകരിക്കുകയാണ് ഉണ്ടായത്. കാരണം തനിക്ക് ഈ 3 വർഷത്തോളം ഇന്ത്യയിൽ തുടരാനാവില്ല. 10 മാസത്തോളം എങ്കിലും ഇന്ത്യൻ ടീമിനൊപ്പം പല പരമ്പരകളിലും ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെ ഇന്ത്യൻ ടീമിനൊപ്പം വേണ്ടിവരും. അതോടെ കുടുംബത്തിനൊപ്പം ചെലവഴിക്കാനുള്ള സമയം തനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ അവസരം നിഷേധിക്കുകയാണ് എന്നാണ് റിക്കി പോണ്ടിങ് പറയുന്നത്. പക്ഷേ അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ BCCIയുടെ സെക്രട്ടറി ജയ് ഷായുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഏതൊരു ഓസ്ട്രേലിയൻ താരത്തെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനാവണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചിട്ടില്ല. ഇതിലൂടെ അദ്ദേഹം മുന്നും വയ്ക്കുന്നത് റിക്കി പോണ്ടിങ്, ജസ്റ്റിൻ ലാംഗർ, ടോം മൂഡി തുടങ്ങിയ ആളുകളെയാണ്. അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ നന്നായി അറിയാവുന്ന, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ പോലും കൃത്യമായി അറിഞ്ഞ് ആളുകളെ പിക്ക് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് ഇന്ത്യൻ കോച്ചായി വേണ്ടത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഓസ്ട്രേലിയൻ താരങ്ങളെയും താൻ സമീപിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ജയ് ഷാ പറയുന്നത്. ഇത്തരത്തിൽ പുറത്തു വന്ന വാർത്തകളെയൊക്കെ തന്നെ അദ്ദേഹം തള്ളുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ജസ്റ്റിൻ ലാംഗറും ഇതുപോലെ പറഞ്ഞിരുന്നു, താൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാനാവില്ല. ഒരുപക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം ഇന്ത്യൻ ടീമിലുള്ള പൊളിറ്റിക്സും പ്രഷറും ഒരുപക്ഷെ IPL ടീമിനേക്കാൾ 10,000 മടങ്ങ് അധികമെന്നാണ് KL രാഹുൽ തന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാകാൻ താല്പര്യമില്ലെന്ന് ജസ്റ്റിൻ ലാംഗറും അറിയിച്ചു. അതിന് പിന്നാലെയാണ് റിക്കി പോണ്ടിങ്ങിൻ്റെയും മറുപടി വന്നത്. അതിനെല്ലാം തന്നെ ഇപ്പോൾ മറുപടി കൊടുക്കുകയാണ് ജയ് ഷാ. എന്തായാലും ഇതിലൂടെ നമുക്കൊരു സംഗ്രമിക്കാവുന്ന കാര്യം, ഇന്ത്യൻ ടീമിന് എന്തായാലും ഒരു വിദേശ പരിശീലകൻ ഉണ്ടാവില്ല. സ്വന്തം നാട്ടുകാരനായ, ഇന്ത്യക്കാരനായ ഒരു പരിശീലകൻ തന്നെയാണ് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി ഉറപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗൗതം ഗംഭീറിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനം വന്നു ചേരുന്നു എന്ന് നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേണു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.